സ്ലാങ് പറയും, അപ്പ കേട്ടാ മതി. സ്ലാങ് കാണിക്കും, അപ്പ കണ്ടാ മതി. നീ പോ മോനെ വിജയ എന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ വാക്കുകൾക്ക് സഭ്യേതര മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ തിരിച്ചടി. ഒന്നതരമായിരിക്കുന്നു, വെറുതെ പറയാനൊന്നും. വണ്ടർഫുൾ. ഇപ്പോൾ തൽക്കാലം കൂടുതൽ പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി പറയണ? ഏതായാലും അദ്ദേഹം പരസ്യമായി ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു, സംസ്കാരമുള്ള ഭാഷ. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. നായിന്റെ മോനെ തുടക്കം, മിക്കവാറും ഇന്നും നായി നക്കും. ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൾ പറയുന്ന ആളാണ്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച് ടി പി ചന്ദ്രശേഖരൻ 52 വെട്ടുവെട്ടി കൊന്ന ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ച് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാ പിണറായി വിജയൻ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ അർത്ഥം എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. ഒന്നും കൂടി സമനില തെറ്റിയിരിക്കാണ് പുള്ളിക്ക്. മൊത്തത്തില് ഒന്നും കൂടി തെറ്റാ, ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ, അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. കേരളത്തിന് എന്തൊരു നാണക്കേടായ രാജ്യം മുഴുവൻ. ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരുടെ തന്നെ പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും.